നീറ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിലും എബ്രോഡ് പോയി MBBS ചെയ്യാം. ഇത് കേട്ട് നിങ്ങൾ ഇതിനെ പിന്നാലെ പോയാൽ ഭാവിയിൽ നിങ്ങൾക്കൊരു വമ്പൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് നമ്മളെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരുപാട് ഉസ്ബെക്കിസ്ഥാനിലും തജിക്കിസ്ഥാനിലും ജോർജിയയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് അവരുടെ ഫ്രണ്ട്സും ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല, ഇനി ഞങ്ങൾ MBBS ക്ലിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ NMCയുടെ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ MBBSന് ചേരുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം, നീറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ പല കുട്ടികളും അവിടെ പോയി MBBS പഠിച്ച് അതിന് ശേഷം അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീറ്റ് ക്ലിയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും വാലിഡ് അല്ലെങ്കിൽ നേരെ മറിച്ച് ചില കുട്ടികളുണ്ട്, ഞാൻ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നില്ല, ഞാൻ അബ്രോഡ് പോയിട്ട് സെറ്റിൽ ആവാൻ പോവാണ്, UK സെറ്റിൽ ആവും, USA സെറ്റിൽ ആവും, അതല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ സെറ്റിൽ ആവാനാണ് പ്ലാൻ എങ്കിൽ, അതല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലാണ് സെറ്റിൽ ആവാൻ പ്ലാൻ എങ്കിൽ അവിടെ നീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അബ്രോഡ് പോയിട്ട് അല്ലെങ്കിൽ പുറം കൺട്രീസിൽ പോയി സെറ്റിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. അതല്ല, തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും MBBS പഠിക്കാനായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല.